അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബഹുമാനപ്പെട്ട കുറ്റിപ്പുറം വാസി ബാക്കവി ഉസ്താദ് അവരുടെ ഉപ്പയാകുന്ന കുറ്റിപ്പുറം അബ്ദുള്ള മുസ്ലിയാരെ അനുസ്മരിക്കുന്ന സമയത്ത് മഹാനവറുകൾ ശരീഅത്തിന്റെ വിഷയത്തിൽ നിലപാട് വളരെ കർക്കശമായ ആളായിരുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ ഒരു ദിവസം മഹാനവറുകളെ കാണാൻ വേണ്ടി ഒരാൾ വന്നു. അദ്ദേഹത്തിന്റെ കൂടെ ഒരുപാട് മൂല്യന്മാരുമുണ്ട്. ആ വന്ന ആള് പലപ്പോഴും ബഹുമാനപ്പെട്ട കുറ്റിപ്പുറം അബ്ദുള്ള മുസ്ലിയാർക്ക് ഹദിയ കൊടുത്തേക്കുന്ന ആളായിരുന്നു, ക്യാഷ് കൊടുത്തേക്കുന്ന ആളായിരുന്നു. അങ്ങനെ ആ വന്ന ആള് സംസാരിക്കുന്നതിനിടയിൽ ഔലിയാക്കൾ അവരുടെ മർത്തബകളൊക്കെ ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നിസ്കരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞപ്പോ ഉടനെ ബഹുമാനപ്പെട്ട കുറ്റിപ്പുറം അബ്ദുള്ള മുസ്ലിയാർ അതിൽ ഇടപെട്ടു. അങ്ങനെ ഉണ്ടോ? അത് ഏത് കിതാബിലുള്ളത് എന്ന് ചോദിച്ചു. അപ്പം അത് അതിക്കയിലുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ അതിക്ക ഇവിടെ ഉണ്ട്, നമ്മളത് നോക്കാറിന്. അപ്പൊ വന്ന ആൾ പറഞ്ഞു അത് അതിക്കന്റെ ഹാഷയിലാണുള്ളത്. ഏതായിരുന്നാലും അതാണ് സംഭവം. ബഹുമാനപ്പെട്ട വാസി ബാക്കവി ഉസ്താദ് തന്നെ അത് പറയുന്നുണ്ട്. അതൊന്ന് കേട്ടു നോക്കൂ. ഒരു ദിവസം ഒരാൾ വീട്ടിൽ വന്നു. അങ്ങനെ വീട്ടിൽ വന്നപ്പോൾ അദ്ദേഹം ഏകദേശം കേരളത്തിൻ്റെ ബോർഡറിൽ താമസിക്കുന്ന ഒരാളാണ്. വലിയ മനുഷ്യനാണ്. പാപ്പാനെ നക്ഷത്ര തുല്യ പണ്ഡിതൻ എന്നൊക്കെ പറയുന്ന ആളാണ്. അയാൾ വന്നു. അയാളെ കൂടെ കുറേ ആളുകളുമുണ്ട്, വലിയമാരായ ആൾക്കാരുണ്ട്. പാപ്പാക്ക് പലപ്പോഴും പൈസ കൊടുത്തേക്കുകയും ഹദിയ കൊടുത്തേക്കുകയും ചെയ്യുന്ന ആളാണ്. അയാൾ ബാപ്പയും കൂടി സംസാരിച്ചപ്പോൾ സംസാരത്തിൻ്റെ ഇടയിൽ അദ്ദേഹം പറഞ്ഞു, ഔലിയാക്കന്മാർ കുറേ ഉണ്ട് മർത്തബക്കണ്ട് ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു നിസ്കരിക്കണ്ട. അപ്പോൾ ചോദിച്ചാൽ അങ്ങനെ ഉണ്ടോ ചോദിച്ചു. അങ്ങനെ ഉണ്ട്. അതെവിടെയുള്ളത്? അതിക്കലുണ്ട്. അതിവിടെ ഉണ്ട്, നിങ്ങൾ കാണിച്ചു ചോദിച്ചു. അല്ല അതിക്കലല്ല, അതിൻ്റെ ഹാഷിയലുള്ളതാണ്. അല്ല ഹാഷി ഇവിടെ ഉണ്ട്, നിങ്ങൾ കാണിച്ചു ചോദിച്ചു. മൂപ്പര് കിടന്ന് വരണ്ട്. പാപ്പാനെ നജ്മാണെന്നും വലിയ ആളാണെന്നും ഹദിയൊക്കെ കൊടുക്കുന്ന വലിയ ആളാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഞാൻ ട്രെയിനിൽ വെച്ച് കണ്ടപ്പോൾ ആരായ കണ്ണിയത്തുസ്ഥാനെ സംബന്ധിച്ചൊക്കെ അയാൾ എന്താ പറഞ്ഞെന്നറിയും? വാഗ്വാദമുണ്ടായി. റയീസുൽ മുഹഖിഖിനെ പറ്റി അയാൾ പറഞ്ഞത് വാഗ്വാദമുണ്ടായി. പറഞ്ഞു ഇയാൾ കള്ളനാണ്, അയാൾ മൊത്തം നിങ്ങൾ കള്ളനാണ്, ഇയാൾ കള്ളനാണ്. അപ്പോൾ കൂടെയുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു നിങ്ങൾ ഓരോ പറയണ്ട, ഞങ്ങളെ പറഞ്ഞോളിന്നാ, നിങ്ങൾ ഒറ്റൊന്നും ഇയാളെ കൂട്ടത്തിൽ കൂടെ ഉണ്ടാകും, ഇയാൾ നിങ്ങൾ നശിപ്പിക്കുന്നത്, ഇയാൾ കള്ളനാണ്. കാരണം തെക്ലീഫുള്ള സമയത്ത്, അക്കലുള്ള സമയത്ത് നിസ്കാരം ഒഴിവാക്കാൻ പറ്റുമോ? അതെവിടെയുള്ളത്? അക്കലുണ്ടെങ്കിൽ, അക്കലില്ലെങ്കിൽ ബുദ്ധിയില്ലെങ്കിൽ ഇപ്പം നമുക്ക് പറയാൻ കഴിയില്ല. ബുദ്ധിയില്ലാത്ത ആൾക്കാരെ പറ്റി നമുക്ക് പറയാൻ കഴിയില്ല. കേട്ടില്ലേ ബഹുമാനപ്പെട്ട വാസി ബാക്കവി ഉസ്താദ് അവരുടെ ഉപ്പയാകുന്ന അബ്ദുള്ള മുസ്ലിയാരെ സംബന്ധിച്ച് ശരീഅത്തിന്റെ വിഷയത്തിലൊക്കെ കർശന നിലപാടുള്ള ആളായിരുന്നു എന്നതിന് ഒരു ഉദാഹരണമായി പറഞ്ഞതാണിത്. എന്നാൽ കാട്ടുവളപ്പിൽ നൗഷാദ് ഈ വിഷയത്തെ ഖണ്ഡിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട വാസി ബാക്കവി ഉസ്താദിന്റെ ക്ലിപ്പൊക്കെ മുറിച്ച് അതിനെ കോട്ടി മാറ്റിക്കൊണ്ട് പ്രസംഗിച്ച ഭാഗം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ആ പ്രസംഗത്തിൽ വാപ്പന്റെ നിലപാട് പറയുന്നുണ്ട്. അവിടെ പേരുങ്ങൾ ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. മരിച്ചതും ഇതൊക്കെ അവിടെ നിൽക്കട്ടെ, വാപ്പയായി നിങ്ങൾ പറഞ്ഞ അബ്ദുള്ള മുസ്ലിയാരെ ചില നിലപാടുകൾ ഉണ്ടായിരുന്നു എന്നാണ്. എന്താണ് ആ നിലപാട്? തെക്ലീഫ് ഉണ്ടോ, പ്രായപൂർത്തിയും ബുദ്ധിയുണ്ടോ, നിസ്കാരം കാണണം എന്നാണ്. നിസ്കാരം കാണുന്ന വേണം. ബാക്കവി ഉസ്താദ് അവരുടെ ബാപ്പയുടെ നിലപാട് പറഞ്ഞതുകൊണ്ടാണ് നൗഷാദിന് അതിൽ കയറി പിടിച്ച് സംസാരിക്കേണ്ടി വന്നത് എന്നാണ് നൗഷാദ് പറയുന്നത്. എന്നിട്ട് ഉപ്പയുടെ നിലപാടായിട്ട് ബഹുമാനപ്പെട്ട വാസി ബാക്കവി ഉസ്താദ് എന്താണ് പറഞ്ഞത് എന്ന് നൗഷാദ് പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? എന്താ വാസി ബാക്കവി ഉസ്താദ് പറഞ്ഞത് എന്ന് ഞാൻ ആദ്യം വിട്ടിട്ടുണ്ട്, അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതേ സമയത്ത് നൗഷാദ് വാസി ബാക്കവി ഉസ്താദ് ഉപ്പാന്റെ നിലപാട് പറഞ്ഞു എന്ന് പറഞ്ഞ് ഇവിടെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലേ? തക്ലീഫ് ഉണ്ടോ, പ്രായപൂർത്തിയും ബുദ്ധിയും ഉണ്ടോ, എന്നാൽ നിസ്കരിക്കുന്നത് കാണണം, നിസ്കരിക്കുന്നത് കാണുക തന്നെ വേണം എന്ന നിലപാട് ബഹുമാനപ്പെട്ട അബ്ദുള്ള മുസ്ലിയാർക്ക് ഉണ്ട് എന്ന് വാസി ബാക്കവി ഉസ്താദ് പറഞ്ഞത് കൊണ്ടാണ് അതിൽ കയറി പിടിച്ച് സംസാരിക്കേണ്ടി വന്നത് എന്നാണ് നൗഷാദ് പറയുന്നത്. അങ്ങനെ ബഹുമാനപ്പെട്ട വാസി ബാക്കവി ഉസ്താദ് പറഞ്ഞിട്ടുണ്ടോ? ബഹുമാനപ്പെട്ട അബ്ദുള്ള മുസ്ലിയാരുടെ നിലപാടായിട്ട് തക്ലീഫ് ഉണ്ടോ, എന്നാൽ അവർ നിസ്കരിക്കുന്നത് കാണണം എന്ന് ബഹുമാനപ്പെട്ട വാസി ബാക്കവി ഉസ്താദ് പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്നിട്ട് ഈ വിഷയം ബഹുമാനപ്പെട്ട അബ്ദുള്ള മുസ്ലിയാരുടെ നിലപാടാണ്, അതാണ് വാസി ബാക്കവി ഉസ്താദ് പറഞ്ഞത്, അതുകൊണ്ടാണ് ഇതിൽ ഇടപെടേണ്ടി വന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു 1/2-3/4 മണിക്കൂർ പിന്നെ അതിനു വേണ്ടി കിതാബ് ഇങ്ങനെ വായിക്കാം. നമ്മൾ എപ്പോഴും പറയലുണ്ട്, ഇവർക്ക് ഓരോ കവലകളിലും ഓരോ ദിവസവും ഛർദ്ദിക്കുന്നതിന് 5-6 മണിക്കൂർ പറയാൻ മാറ്റർ വേണം. അതിന് നമ്മുടെ ആലിമീങ്ങൾ പറയാത്ത വിഷയങ്ങളെ അവരുടെ പേരിൽ ആരോപിച്ച് എന്നിട്ട് അതിനു വേണ്ടി കിതാബ് ഇങ്ങനെ വായിക്കുക. ഇത് വളരെ കൃത്യമല്ലേ സഹോദരന്മാരെ? ബഹുമാനപ്പെട്ട വാസി ബാക്കവി ഉസ്താദ് അവരുടെ ഉപ്പയുടെ നിലപാട് എന്ന നിലക്ക് പറഞ്ഞത് എന്താ? ഔലിയാക്കൾ അവരുടെ മർത്തബ ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നിസ്കരിക്കേണ്ടതില്ല
ആ വന്ന ആള് പറഞ്ഞപ്പം അങ്ങനെ നിസ്കരിക്കേണ്ടതില്ല എന്ന് എവിടെയുള്ളത് എന്നല്ലേ ചോദിച്ചേ. അപ്പൊ നിസ്കരിക്കേണ്ടതില്ല എന്നതാണ് ബഹുമാനപ്പെട്ട അബ്ദുള്ള മുസ്ലിയാർ അവിടെ ചോദ്യം ചെയ്തത്. നിസ്കാരം ഒരിക്കലും അഖലുണ്ടോ തക്ലീഫ് ഉണ്ടോ എന്ന നിസ്കാരം ഒഴിവാകുന്ന ഒരു അവസ്ഥയില്ല, അതാണ് അവിടെ പരാമർശിക്കുന്നത്. എന്നിട്ട് നിസ്കരിക്കുന്നത് കാണുക തന്നെ വേണം. പ്രായപൂർത്തിയും ബുദ്ധിയുമുണ്ടോ, എന്നാൽ അവർ നിസ്കരിക്കുന്നത് കാണുക തന്നെ വേണം എന്ന നിലപാടാണ് ബഹുമാനപ്പെട്ട അബ്ദുള്ള മുസ്ലിയാർക്കുള്ളത്. അതാണ് ബഹുമാനപ്പെട്ട വാസി ബാക്കവി ഉസ്താദ് പറഞ്ഞത്. അത് പറഞ്ഞത് കൊണ്ടാണ് ഈ വിഷയത്തിൽ ഇടപെടേണ്ടി വന്നത് എന്നൊക്കെ പച്ച കള്ളമല്ലേ ഈ അബൂ സഫി നൗഷാദ് മൗലവി പറഞ്ഞത്.